الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നും അള്ളാഹുവിൻ്റെ കൽപ്പന വിട്ടുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് രക്ഷയില്ല എന്നും മനസ്സിലാക്കിയിരിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് തരാൻ കഴിവുള്ളവൻ പഠിച്ചവൻ മാത്രമാണ്. നമസ്കാരത്തിന്റെ ശേഷം നമ്മളൊക്കെ ദിക്റുകൾ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ടോ നടന്നുകൊണ്ടോ ഒക്കെ ചെല്ലേണ്ടതുണ്ട്. ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്ർ എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തന്നത് തടയാൻ ആർക്കും കഴിയില്ല. പടച്ചവൻ നമുക്ക് നൽകിയ ദുഃഖമാവട്ടെ സുഖങ്ങളാവട്ടെ വേറൊരാളെ കൊണ്ട് അത് നുള്ളിയെടുക്കാനോ മാറ്റിപ്പിടിക്കാനോ സാധ്യമല്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തരാതിരുന്നത് നൽകാനും ആർക്കും സാധ്യമല്ല. നമുക്ക് തോന്നുകയാണ് ഇന്ന വഴിക്ക് നീങ്ങിയാൽ എനിക്ക് കൂടുതൽ നേട്ടം കിട്ടും, ഇല്ലയിടത്ത് പോയാൽ എനിക്ക് രക്ഷ കിട്ടും. അതല്ല, ഇതിൻ്റെ എല്ലാം ഉറവിടം നമ്മുടെ അന്നദാതാവായ അല്ലാഹുവിൽ നിന്നാണ്. ആ പഠിച്ചവനോട് മാത്രമേ നമ്മൾ ചോദിക്കേണ്ടതുള്ളൂ. ആ അല്ലാഹുവിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ അർപ്പിക്കേണ്ടതുള്ളൂ. അവനിൽ നിന്നുള്ള ബർക്കത്താണ് നമുക്ക് വേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചത് അതാണല്ലോ. എന്തുണ്ടായിട്ടും കാര്യമില്ല, ബർക്കത്ത് എന്നൊന്ന്, അതായത് എന്ത് കാര്യത്തിലും ഒരു ഐശ്വര്യം നമുക്ക് കിട്ടേണ്ടതുണ്ട്. എത്രയോ പണക്കാര് നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ നന്നായി ഒന്ന് കിടന്നുറങ്ങാൻ പോലും സൗകര്യമില്ലാതെ ജീവിക്കുന്നത് നമുക്കറിയാമല്ലോ. അതുപോലെ എല്ലാ നിയമത്തും കിട്ടിയവർക്കും അല്ലാഹുവിങ്കൽ നിന്ന് അത് അനുഭവിക്കാനുള്ള ബർക്കത്ത് കിട്ടുന്നില്ല.
അപ്പൊ ആ ബർക്കത്ത് കിട്ടണമെങ്കിൽ നമ്മൾ പടച്ചവനോടെ ചോദിക്കാവൂ. പടച്ചവനിലേക്ക് അടുക്കുക മാത്രമാണ് നമ്മുടെ മാർഗം. മനുഷ്യന്മാര് ജീവിക്കുന്നത്, നമ്മളൊക്കെ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, പരലോകം രക്ഷയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിലും നേരം പുലർന്നാൽ ഓരോരുത്തരും അവരവരുടെ തൊഴിലിലേക്ക് ഓടുകയാണ്. ആർക്കും സമയമില്ല. പലതരത്തിലുള്ള ജോലി. ചില ആളുകളൊക്കെ ജീവിതം കല്യാണം കഴിച്ച് ഒരാഴ്ച നിന്ന് ഭാര്യയോട് സലാം പറഞ്ഞ് പിന്നെ വൃദ്ധനാകുവോളം ഗൾഫിലാണ്. ഇതിലാണ് ഇതൊക്കെ അവിടെ പോയത്. നമ്മളവിടെ പോയി, ഗൾഫുകാരൻ അവിടെ പോയി നല്ല നല്ല ഭക്ഷണം കഴിച്ച് നല്ല സുഖമായി അന്തി ഉറങ്ങി അവിടെയുള്ള ജീവിത ആർഭാടങ്ങളും രാജാക്കന്മാരുടെ ജീവിതവും കാണാനില്ല. അതൊന്നുമല്ല നമ്മുടെ മനസ്സിൽ. എൻ്റെ കുട്ടികൾക്ക് റിസ്ക് കിട്ടണം എന്നാണ് നമ്മളെ കാര്യങ്ങൾ. റിസ്ക് എന്ന് പറഞ്ഞാൽ ആഹാരം മാത്രമല്ല, ആഹാരം വേണം, വീട് വേണം, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വേണം, അവര് ബുദ്ധിമുട്ടരുത്, കുടുംബം ബുദ്ധിമുട്ടരുത്. റിസ്ക്കിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കലഹങ്ങളും നോക്ക്, റിസ്ക്കിന് വേണ്ടിയാണ്. വാപ്പ മരിച്ചാൽ വാപ്പ എങ്ങനെയെല്ലാമോ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം ഓഹരി വെക്കുന്ന മക്കള് കലഹിക്കുന്നു. കൊല്ലങ്ങളായി വാപ്പ മരിച്ചുപോയി, എല്ലാരും മറന്നുപോയിട്ടും ഇതുവരെ അനന്തരാവകാശം ഓഹരി വെക്കാതെ തർക്കം തീരാതെ നിൽക്കുന്ന ആളുകളുണ്ട്. മദ്യം പറഞ്ഞവർ വരെ തലമുറകളായി മരിച്ചുപോയി, എന്നിട്ടും തർക്കം തീർന്നിട്ട് ഞാൻ ഓഹരി തീർന്നിട്ടില്ല. എന്തിനാണത്? എനിക്ക് കിട്ടണം എന്നുള്ളതന്നെ അല്ലേ? ഒരുപാട് ആളുകൾ, നമ്മളൊക്കെ അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും ജയിലിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്തിനാണെന്ന് നേർക്കുവാൻ ചോദിച്ചാൽ കട്ടതാണ്, കവർന്നതാണ്, കത്തിക്കുത്തുണ്ടായതാണ്. എന്തിനാണെന്നാൽ എന്തോ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗത്തിൽ പറഞ്ഞു തെറ്റി അങ്ങനെയാണ് ജീവിക്കുന്നത്. ലോകത്ത് നടക്കുന്ന പല തർക്കങ്ങളും കച്ചവടക്കാര്, വ്യാപാരികൾ, വ്യവസായികൾ തമ്മിലുള്ള വമ്പിച്ച കിടമത്സരങ്ങൾ ഒക്കെ റിസ്ക്കിന് വേണ്ടിയാണ്. എല്ലാവരും വലിയ വലിയ കച്ചവടക്കാര് വരുമ്പോ ചെറിയ ചെറിയ ആളുകളുടെ റിസ്ക് മുട്ടുന്നു, അപ്പൊ അതിന് വേറെ റിസ്ക് തേടുന്നു. ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും എല്ലാ രംഗങ്ങളിലും എത്രയോ അടുത്തടുത്ത് സ്നേഹിച്ചിരുന്ന മനുഷ്യന്മാര് തെറ്റിപ്പോയി. എന്തോ കൂടെ കച്ചവടം ചെയ്തവരാകും, അല്ലെങ്കിൽ കാശ് കടം വാങ്ങിയിട്ട് കൊടുക്കാത്തതാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാവും. ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്തവർ പോലും ലാഭം കിട്ടാനും റിസ്ക് കിട്ടാനും വേണ്ടി എങ്ങനെങ്കിലും ജീവിതം ശരിയാക്കാൻ വേണ്ടി കളവ് പറയേണ്ടി വരുന്നു. സഹോദരന്മാരെ, ഇവിടെയാണ് നമ്മൾ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ച ഒരു പൊതു തത്വം മനസ്സിലാക്കേണ്ടത്. ഉമാമിൻ ദാബത്തിൻ ഒരു ജുസുവിന്റെ തുടക്കമാണ്. ഉമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിൽ ഒരു ജീവിയും അതിന്റെ റിസ്ക് അല്ലാഹു കണക്കാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കിട്ടും. ആ റിസ്ക് തേടി നമ്മൾ പോകണം. ഇനി പോയിട്ടില്ലെങ്കിലും ആ റിസ്ക് നമ്മുടെ അടുത്തേക്ക് എത്തും. ഒരു മഹാനായ സൂഫി വര്യൻ റിസ്ക്കിനെ പറ്റി പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ പറ്റി അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തി പറയുന്നുണ്ട്. ഞാനൊരുക്കെ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതായിരുന്നു ഒരു നല്ല മാംസം. ഞാനതെടുത്ത് വേവിച്ച് എന്റെ വീട്ടിൽ അവിടെ മൂടി വെച്ചു. ഭക്ഷണത്തിന്റെ നേരമാകുമ്പോൾ തിന്നണമെന്നുണ്ട്. വളരെ ആഗ്രഹിച്ച് കിട്ടിയ അത്ര ദാരിദ്ര്യമായിരുന്നു മാംസം. അത് പൂച്ച കടിച്ചുകൊണ്ടേ. ആ പൂച്ചയുടെ പിന്നാലെ ഓടി ചെന്ന്, അപ്പോ പൂച്ച അതും കൊണ്ട് പറമ്പിൽ പോയി, വീടിന്റെ പിന്നാമ്പുറത്ത് പോയി, ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് പൂച്ച അതും കൊണ്ട് പോകുന്നത്. ഞാനും പിന്നാലെ പോയി. പൂച്ച ഒരു സ്ഥലത്ത് വെച്ചപ്പോ പെട്ടെന്ന് വലിയ ശബ്ദമുണ്ടാക്കി പൂച്ച തിരിഞ്ഞു പോരുന്നു. ആ റിസ്ക്, ആ മാംസകഷ്ണം മാളത്തിന്റെ ഉള്ളിലുള്ള മറ്റൊരു ജീവിയെ എടുത്തുകൊണ്ടുവന്നു. ഇതാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഭൂമിയിൽ ഒരു ജീവിയും അള്ളാഹ് അതിന്റെ റിസ്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ റിസ്ക് പൂച്ച എന്നുള്ളൊരു ജീവി വന്നിട്ട് അതൊരു അറിയാതെ വന്നാൽ പഠിച്ചുണ്ടായി അതിന്റെ റിസ്ക്കിന് വേണ്ടി അത് കൊണ്ടുപോയിട്ട് ആരും അറിയാതെ ഇനി എന്നെ പിടികൂടരുതെന്ന് വിചാരിച്ചൊരു കാട്ടിൽ കൊണ്ടുപോയി ചെന്നപ്പോ അത് വേറൊരു റിസ്ക് വേറെ ആരോ കൊണ്ടുപോയി
പടച്ചോന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. റിസ്ഖിന്റെ കാര്യത്തിൽ അല്ലാഹു തആല നമുക്ക് പറയുന്നത് ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ, നിങ്ങൾ അള്ളാഹുവിനോടാണ് റിസ്ക് തേടേണ്ടത്. സൂറത്തുൽ അൻകബൂത്തിൽ കാണാം, നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹുവിങ്കൽ നിന്നാണ്. ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി അവസാനം, ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ബിംബങ്ങൾ വെക്കുകയും അതിനോട് തേടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളോടാ പറയുന്നത്. നിങ്ങൾ ഈ ആദരിച്ച് ബഹുമാനിച്ച് ആദരിക്കുന്ന ഈ വസനുകൾ, ഈ ബിംബങ്ങൾ ഉണ്ടല്ലോ, ഈ പ്രതിമകൾ വെറുതെ ആരാധിക്കുക, ഒരു കാര്യം അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല. നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ ബിംബങ്ങളെ. നിങ്ങൾക്ക് ജീവിതം തരുന്നത്, നിങ്ങൾക്ക് സുഖം തരുന്നത്, നിങ്ങൾക്ക് ആഹാരം തരുന്നത് ഈ വിത്തങ്ങളല്ല, വെറുതെയാണത്. അള്ളാഹിന്റെ പുറമെ നിങ്ങൾ ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ആർക്ക് വഴിപാടുകൾ കൊടുക്കുന്നു, ആർക്കൊക്കെ ശക്തിയുണ്ട്, നേട്ടമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു. ലാ യംലികൂന ലക്കും റിസ്ഖ, നിങ്ങൾക്ക് റിസ്ക് തരാൻ, നിങ്ങൾക്ക് ആഹാരം മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായ ഒന്നും തരാൻ അവർക്ക് സാധ്യമല്ല. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ, അള്ളാഹുവിന്റെ അടുക്കലാണ് നിങ്ങൾ റിസ്ക് തേടേണ്ടത്. വഅ്ബുദൂ ലഹു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റിസ്ക് കിട്ടണമെങ്കിൽ വഅ്ബുദൂ ലഹു, അള്ളാഹുവിനെ ആരാധിക്കണം. വഷ്കുറു ലഹു, അവന് നിങ്ങൾ നന്ദി ചെയ്യണം. വഇലൈഹി തുർജഊൻ, നിങ്ങൾ അവന്റെ അടുക്കലേക്ക് അടുക്കും. അപ്പൊ റിസ്ക് പഠിച്ചവന്റെ അടുക്കൽ നിന്ന്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഈ രാവിലെ നേരം വെളുത്താൽ ഈത്തപ്പനത്തോട്ടത്തിലേക്കും മരുഭൂമിയിലേക്ക് വിറക് വെട്ടാനും നായാട്ടിനും വേണ്ടി പോയിരുന്ന അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ പോയി ഓടി വരും നബിയുടെ പള്ളിയിൽ നിന്ന്, നബിയുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ. അവരോടൊക്കെ പറയുന്നുണ്ട്, ഇല്ലാ അഹദക്കും യജ്മഉ ഖൽഖഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ മനുഷ്യന്മാര് ഉമ്മാന്റെ വയറ്റിൽ 40 ദിവസം അല്ലാഹു തആല ഗർഭപാത്രത്തിൽ അവിടെ കിടക്കും, അതൊരു ബീജമായിക്കൊണ്ട്. പിന്നീട് സുമയക്കുരു അലക്ക, പിന്നെ ആ ബീജം ഒരു രക്തപിണ്ഡമായിട്ട് 40 യൗമ, 40 ദിവസം ഉണ്ടാവും. നബിക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്താണ് 40 ദിവസം രക്തപിണ്ഡമായി ഗർഭാശയത്തിലുണ്ടാവും. സുമയക്കൂന് മുൽഗത്തൻ 40 യൗമ, പിന്നെ 40 ദിവസം മുൽഗത്തായിട്ട് ചവച്ചരക്കപ്പെട്ട മാംസകഷ്ണം പോലെ ഒരു ചെറിയ മാംസകഷ്ണമായിട്ടായിരിക്കും നിങ്ങളുണ്ടാവുക. അതായത് മനുഷ്യന്മാരുടെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോ നിങ്ങളുടെയൊക്കെ അവസ്ഥ അതാണ്. നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾക്കൊന്നും നേടാൻ സാധ്യമല്ല, പഠിച്ചുകൊണ്ട് സഹായില്ല. 40 ദിവസം മുൽഗത്തായിരിക്കും. സുമ്മ യുർസിലു ഇലൈഹിൽ മലക്ക്, പിന്നെ ആ മുൽഗത്തിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകളെ അയച്ചിട്ട് ഫയൻഫഖു ഫീ റൂഹ്, അതിൽ ആ റൂഹ് അല്ലാഹു തആല അതിന് ആത്മാവ് നൽകും ആ മാംസകഷ്ണത്തിന്. അങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത്. എന്നിട്ട് വയുഉമറു ബി 4 കലിമാത്ത്, ആ ജീവനിൽ അല്ലാഹു തആല 40 കൽപ്പനകളെ 4 കൽപ്പനകൾ രേഖപ്പെടുത്തി വെക്കും. എന്താണത്? റിസ്ഖുഹു, ഈ മാംസകഷ്ണം ഇനി വലുതായി കുഞ്ഞായി വലുതായി വലിയ ആളാകുമ്പോ അവന്റെ റിസ്ക് എവിടെയാണ്? വഅജലുഹു, എത്ര കാലം അവൻ ജീവിക്കും, അവന്റെ അവധി എത്രയുണ്ട്. വഅമലുഹു, എന്തൊക്കെയാണ് അവൻ നാട്ടിലും രാജ്യത്തും കുടുംബത്തിലും ചെയ്യുക. പിന്നെ വശഖിയ്യുൻ അം സഈദ്, അവൻ ഭാഗ്യവാനാകുമോ അല്ലെങ്കിൽ നിർഭാഗ്യവാനാകുമോ അത് അല്ലാഹു എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ചെയ്യിക്കാനല്ല, നേരെ മറിച്ച് അതായിരിക്കും അവൻ എന്ന് അല്ലാഹു തആലക്ക് അറിയാം. റൂഹ് നൽകിയ, ജന്മം നൽകിയ, മനുഷ്യന്റെ ബീജം നൽകിയ പഠിച്ചവന് അവൻ ആരാകും എന്താകും എന്നറിയാം. അപ്പൊ ആ റിസ്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരെ, റിസ്ക് അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എത്ര റിസ്ക് കിട്ടും, എത്ര അജല് കിട്ടും, എന്തൊക്കെ അമല് ചെയ്യുവാനൊന്നും നമുക്കറിഞ്ഞുകൂടല്ലോ. നമ്മുടെ ജീവിതത്തിലെ ഒരു കോഡ്, ജനറ്റിക് കോഡില് അല്ലാഹു തആല രേഖപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, എന്റെ അടിമകളെ, നിങ്ങൾ ദുൽമ ചെയ്യരുത്, അത് ഹറാമാണ്. ഞാൻ നിങ്ങളോട് അക്രമം വജഅൽതുഹു ബൈനകും മുഹറമൻ, ഞാൻ നിങ്ങളോട് അക്രമം ഒരിക്കലും ചെയ്യൂല, അത് നിങ്ങളും ചെയ്യാൻ പാടില്ല, അക്രമം ചെയ്യരുത്. ഫലാ തളാലമു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേദനയും വിഷമങ്ങളും പിടിച്ചു പറയും
ബഹളങ്ങളും ഉണ്ടാക്കരുത്, അക്രമം ഉണ്ടാക്കരുത്. കുല്ലുക്കും ളാല്ലുൻ, നിങ്ങളൊക്കെ പിഴച്ചവരാണ്, അല്ലെങ്കിൽ പിഴക്കാൻ സാധ്യതയുള്ളവരാണ്, ഞാൻ നേർമാർഗത്തിലാക്കിയവനൊഴികെ. അതുകൊണ്ട് നേർമാർഗം എന്നോട് ചോദിക്കണം, എനിക്ക് ഹിദായത്ത് കിട്ടണം എന്ന്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് എന്നോട് നിങ്ങൾ ചോദിക്കണം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അഹ്ദിക്കും ഫസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾക്ക് നിർമാർഗം തരാം. നിങ്ങളൊക്കെ വിശക്കുന്നവരാണ്, ഇല്ലാമൻ അത്അംതുഹു, ഞാൻ റിസ്ക് നൽകിയവരൊഴികെ. ഫസ്തത്ഇമൂനി, നിങ്ങൾക്ക് ആഹാരം എന്നോട് ചോദിക്ക്. ഉത്ഇമുക്കും, ഞാൻ നിങ്ങൾക്ക് ആഹാരം തരാം. കുല്ലുക്കും ആരിൻ, നിങ്ങളൊക്കെ നഗ്നന്മാരാണ്, നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാത്തവരാണ്. ഇല്ലാമൻ കസൗത്തുക്കും, ഞാൻ വസ്ത്രം നൽകിയവരല്ലാതെ. ഫസ്തഖ്സൂനി, നിങ്ങൾക്ക് വസ്ത്രം എന്നോട് ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് തരും. എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്റെ എല്ലാ കാര്യവും മുഅല്ലഖും ബില്ലാഹ്, അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ നേടേണ്ടത്. സഹോദരന്മാർ, ഇബ്രാഹിം അദ്ഹം എന്ന മഹാനായ ഒരു സൂഫി വര്യന്റെ അടുക്കൽ ഒരു സാധു മനുഷ്യൻ ചെല്ലുന്നുണ്ട്. ഞാൻ മിസ്കീനാണ്, ഒന്നുമില്ല, തിന്നാനില്ല, കുടിക്കാനില്ല, എന്റെ കുട്ടികൾ പട്ടിണിയാണ്, എന്താണ്, ഞാൻ ദുഃഖിതനാണ്, അതുകൊണ്ട് എന്റെ ജീവിതം എനിക്ക് ഇഷ്ടമില്ലാതെയായി മാറി. അദ്ദേഹത്തിനോട് ആ മനുഷ്യൻ, പണ്ഡിതനായ ഇബ്രാഹിം അദ്ഹം ചോദിച്ചു, കണ്ണുണ്ടല്ലോ? ഉണ്ട്. കാതുണ്ടല്ലോ? ഉണ്ട്. നടക്കാൻ കണ്ട് നടന്നിട്ടല്ലേ പോകുന്നത്? നടന്നിട്ട്. സഹോദര, അല്ലാഹു തആല നിനക്ക് തന്ന കണ്ണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എത്രയോ 1,00,000 ദീനാർ നിനക്ക് കിട്ടിയാലും എന്റെ കണ്ണ് കിട്ടി 1,00,000 ദീനാർ തരാന്ന് പറഞ്ഞാൽ നീ കൊടുക്കോ? കൊടുക്കൂല. 1,00,000 ദീനാർ എനിക്ക് തരാം, ജീവിത അവസാനം വരെ ജീവിക്കാനുള്ള എല്ലാ സമ്പത്തും തരാം. നീ എന്റെ കാത് കണ്ടു തരുമോ? കൊടുക്കൂല. കൈ കൊടുക്കോ? കൊടുക്കൂല. കാല് കൊടുക്കോ? കൊടുക്കൂല. പഠിച്ചോ, നിനക്ക് ഒരുപാട് റിസ്ക്. നിന്റെ കണ്ണും കയ്യും കാലും കാതും എല്ലാം റിസ്ക് തന്നെയാണ്. അതിന്റെ കൂടെ കുറച്ചു നേരം ഭക്ഷണം കിട്ടിയില്ല എന്നതുകൊണ്ട് നിരാശരാവരുത്, അള്ളാഹുവിലേക്ക് അടുത്ത് പ്രാർത്ഥിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹോദരങ്ങളെ. അപ്പോ അള്ളാഹുവിൽ നിന്ന് ബർക്കത്ത് കിട്ടണമെങ്കിൽ നാം ചെയ്യേണ്ടത്, നോക്കൂ, ഒരു കണ്ണിന് ചെറിയൊരു തകരാറ് പറ്റിയാൽ എത്ര ലക്ഷങ്ങളും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാതിനും കയ്യിനും കാലിനൊക്കെ നമ്മളൊരു തൊലിമൊരു കറുപ്പുണ്ടായാൽ അത് മാറിക്കിട്ടാൻ എത്രയോ പണം ചെലവഴിക്കാൻ തയ്യാറല്ലേ നമ്മൾ? അല്ലാഹു തആല നമുക്ക് നൽകിയ ഈ ശരീരവും ഈ ആരോഗ്യം അപ്പൊ എത്ര വില പിടിച്ചതാണ്. ആ വില പിടിച്ച അള്ളാഹുവിന്റെ ബർക്കത്ത് നിലനിർത്തിക്കൊണ്ട് പടച്ചവനെ മറന്ന് ജീവിക്കരുത്. അള്ളാഹുവിൽ നിന്ന് ബർക്കത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് വിശ്വാസിയായി ജീവിച്ച് തെറ്റായ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഇവിടെ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിൽ നിന്ന് റിസ്ക് കിട്ടാൻ ഒക്കെ റിസ്ക് തന്നെ, അതൊക്കെ പഠിച്ചോ നമുക്ക് തന്നത്. ഇത് കിട്ടാൻ തെറ്റായ മാർഗത്തിൽ ജീവിക്കാതിരിക്കുക എന്നതാണ് മാർഗം. ഒരുപക്ഷെ എല്ലാ തോന്നിവാസങ്ങളും ചെയ്താലും അല്ലാഹു തആല അവന് റിസ്ഖും സൗകര്യങ്ങളും കൊടുത്തേക്കാം. അതിൽ നമ്മൾ വഞ്ചിതരാകരുത്. ഒരുപക്ഷെ അത് വലിയൊരു പരീക്ഷണമായിരിക്കാം. ആ പരീക്ഷണത്തിന് വിധേയമായി ആഖിറത്ത് നമ്മൾ നഷ്ടപ്പെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അടിമക്കുട്ടി ഉണ്ടായിരുന്നു, വിശ്വസിച്ച ആളാണ്. മിദ്ആം എന്നൊരു അടിമ. ഒരു യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാരം ഒട്ടകത്തെ പുറത്ത് കയറ്റാനും ഇറക്കാനും നബിയെ സഹായിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന അടിമയായിരുന്നു. ആരോ ഒരു അമ്പ് ചെയ്തപ്പോ അറിയാതെ അബദ്ധവശാൽ മിദ്ആമിന്റെ യുദ്ധത്തിലാണ്, ഇസ്ലാമി ഒരു ജിഹാദില് ഒരു യുദ്ധത്തില് അമ്പ് ചെയ്തപ്പോ മിദ്ആമിന്റെ ശരീരത്തിൽ അമ്പ് കൊണ്ട് ആ കുട്ടി, അടിമക്കുട്ടി മരിച്ചുപോയി. സഹാബികൾ നബിയോട് വളരെ വേദനയോടുകൂടി പറഞ്ഞു, നബി മിദ്ആം മരിച്ചു, അമ്പ കൊണ്ട് മരിച്ചു, ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരട്ടെ, അവൻ ഈ യുദ്ധത്തിൽ
ഒരു ശംലത്ത്, ഒരു പുതപ്പ് കട്ടെടുത്തിട്ടുണ്ട്. അവന് നല്ല പുതക്ക് സുഖമായി ഉറങ്ങാൻ വേണ്ടി ഹലാലല്ലാത്ത മാർഗത്തിൽ ഒരു പുതപ്പ് കെട്ടെടുത്തിട്ടുണ്ട്. അത് നരകത്തിലായിരിക്കും അവനും അവന്റെ പുതപ്പും. നിങ്ങൾ റിസ്ക്, നിങ്ങൾക്ക് കിട്ടേണ്ട ജീവിത സൗകര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടേണ്ട ജീവിത മാർഗങ്ങൾ, അത് ആഹാരമാകട്ടെ മറ്റെന്തുമാവട്ടെ, ഹലാലല്ലാത്ത മാർഗത്തിൽ കൂടി നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഷഹീദാണെന്ന് അവനെ പറ്റി പറയരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണല്ലോ രാവിലെ ഇറങ്ങിത്തിരിക്കുന്നത്. ഈ ജീവജാലങ്ങൾ, നമ്മളല്ലാത്ത എല്ലാ ജീവജാലങ്ങളും രാവിലെ ഇറങ്ങിത്തിരിക്കുന്നു ജീവിക്കാൻ. അള്ളാഹു അവർക്കൊക്കെ റിസ്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഹറാമു ഹലാലുമില്ല. ഹറാമു ഹലാലുള്ളവരല്ലല്ലോ അവർ, തക്ലീഫുള്ളവരല്ല. അള്ളാഹു അവർക്ക് റിസ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു റിസ്ക് കൊടുക്കുന്നുണ്ട്. ആ റിസ്ക് നമുക്കും തരുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടേണ്ട റിസ്ക് അള്ളാഹുവിങ്കൽ നിന്ന് ഹലാലായ മാർഗത്തിലാണ് കിട്ടേണ്ടത്. കുല്ലു നഫസ റൂഹുൽ ഖുദുസ് ഫീ റൗഹി, എന്റെ മനസ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹി നൽകി, അന്ന നഫ്സൻ ലൻ തഖ്റുജ മിനദ് ദുനിയ ഹത്താ തസ്തക്മില അജ്ലഹാ വതസ്തൗഇബ റിസ്ഖഹാ. ഈ ഭൂമിയിലുള്ള ഒരൊറ്റ മനുഷ്യനും അവന്റെ അവധി അവസാനിക്കാതെ, അവൻ അല്ലാഹു നീക്കി വെച്ച റിസ്ക് തിന്ന് കഴിയാതെ അവൻ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിസ്ക് അന്വേഷിക്കുമ്പോൾ സത്യസന്ധമായ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ റിസ്ക് അന്വേഷിക്കുക. അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കും എന്നതാണ് ഈ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നേരായ മാർഗത്തിൽ ജീവിച്ച് അള്ളാഹുവിന്റെ ബർക്കത്ത് തിന്നും കുടിച്ചും അത് ഉപയോഗിച്ചും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ നമ്മൾ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് അള്ളാഹുവിനോട് നന്ദി ചെയ്ത് ജീവിക്കാനുള്ള സന്മനസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, രണ്ടാമത്തെ ആഴ്ച പള്ളിയുടെ ദിവസമാണ്. നമ്മളെ പള്ളി നടന്നു വരുന്നത് ആകെ ഒരു ജീവനക്കാരനെ നമുക്ക് പള്ളിക്ക് വേണ്ടിയുള്ളൂ. നമ്മുടെ ഇമാമത്ത് ഉള്ള, പിന്നെ മദ്രസയിൽ കുറച്ചു ആളുകളുണ്ട്. അവർക്കും നമ്മൾ ചെറിയൊരു ശമ്പളം കൊടുക്കുന്നുണ്ട്. അതിന് ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്. ശമ്പളത്തിന്റെ പകുതി പോലും വരുമാനം കിട്ടുന്നില്ല. പള്ളിക്ക് വേറെ ഇല്ല. നമ്മൾ ഈ പള്ളി ഫണ്ട് എല്ലാ ആഴ്ചയും പറയുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ തന്നിട്ട് പോകലാണ് ചെറിയതൊക്കെ. എന്നാൽ മറ്റെന്തെങ്കിലും സാധുക്കളുടെ ഫണ്ട് വന്നാൽ നമുക്ക് മറ്റ് എവിടെ കിട്ടുന്നതിനേക്കാളും നല്ല സംഖ്യ കിട്ടാറുണ്ട്. അപ്പൊ കഴിഞ്ഞൊരു ദിവസം ഒരു ഉത്തരേന്ത്യയിലോ മറ്റുള്ളൊരു സഹായത്തിന് വേണ്ടി 10,000-ലേറെ ഉറുപ്പ്യ കൊണ്ട് കിട്ടി. നമ്മളെ പള്ളിക്ക് വേണ്ടി നിങ്ങളൊക്കെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ചാൽ, ഇപ്പം കടത്തിലാണ് ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. നോമ്പിന്റെ മുമ്പ് കുറച്ചൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാര്യമായി ഇതൊരു പള്ളി ഫണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഇട്ടുപോകുന്നതിനേക്കാളും കാര്യമായി സഹായിക്കണമെന്നാണ് ഈ സമയത്ത് ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ നിന്ന് തരാനും കൊടുക്കാനും അതിന്റെ ബർക്കത്ത് അനുഭവിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു തആല ഈ കുറച്ചു കൊടുത്ത് അവർക്ക് ശിഫയും അനുഗ്രഹങ്ങളും നൽകുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ